ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് ക്ലാസ് ഇല്ലാത്തൊരു ദിവസമാണ് കേട്ടോ. ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനൊരു 6-6:15 ആയപ്പോഴാണ് ഞാൻ എണീച്ചത് ഫ്രഷ് ആയ ശേഷം ഒന്ന് കുറച്ച് നേരം ഉമ്മറത്ത് ഒന്ന് പോയിരുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും രാവിലെ ഒന്ന് കോളേജില്ലല്ലോ, അതുകൊണ്ട് വേഗം ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഉമ്മറത്ത് പോയിരുന്നു. ഒന്ന് രാവിലെ വിളിക്കണ ആ സീനറിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോയിരുന്നു. എൻ്റെ വീഡിയോ 7 മണിയൊക്കെ ആയപ്പോൾ ഞാൻ അനിയത്തിനെ എണീപ്പിച്ച ശേഷം അവളെ കുളിപ്പിക്കുകയും ചെയ്തു. അവൾക്ക് ഇന്ന് ക്ലാസ് ഉണ്ട് കേട്ടോ. അവളെ എണീപ്പിച്ച് കുളിപ്പിക്കുകയും ചെയ്തു. ഞാനിങ്ങനെ ഓരോന്നും ഞാനിങ്ങനെ ഓരോന്നും അവൾക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അവൾ തലേ ദിവസം അവൾ ക്ലാസ് നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അതൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഓരോ പണികളൊക്കെ ചെയ്യാറുള്ളത്. അതിനുശേഷം പിന്നെ അവൾക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് നൂലിപ്പുട്ടും കടലക്കറിയായിരുന്നു വിത്ത് കേക്ക്. അതവിടെ കഴിച്ചു. പിന്നെ അതിന് ഒരു 8 ആ സമയമൊക്കെ ആയപ്പോൾ അവൾ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡിയായി. അവൾക്ക് 9:00-ക്കാണ് ക്ലാസ്, 9 മണിക്ക് ഓട്ടോറിക്ഷ വരും. അപ്പോൾ റെഡിയായി. ആ സമയം ഞാൻ ലഞ്ചൊക്കെ പാക്ക് ചെയ്തു. അവൾക്ക് ലഞ്ചിന് ഞാൻ നൂലിപ്പുട്ടും കടലക്കറി തന്നെ കൊടുത്തത്. പിന്നെ അവൾക്ക് നോൺ വെജൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, അതുകൊണ്ട് മുട്ട കൊടുത്തില്ല കേട്ടോ. അതൊക്കെ വാട്ടർ ബോട്ടിലൊക്കെ വെച്ച ശേഷം പിന്നെ ഞാൻ ബാഗിലതിട്ടു. ബാഗിലത് അവൾക്ക് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ബുക്കൊക്കെ പിന്നെ ഞാൻ തലേ ദിവസം രാത്രി തന്നെ എടുത്ത് വെക്കും കേട്ടോ. അതിനുശേഷം പിന്നെ ഒരു 8:45, 8:50 ആ സമയമൊക്കെ ആയപ്പോൾ പുറത്ത് പോയി നിന്നിട്ടുണ്ടായിരുന്നു. ഓട്ടോ വെയിറ്റ് ചെയ്തിട്ട് ഓട്ടോ അവിടെ വരും കേട്ടോ. അപ്പോൾ ഓട്ടോ വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ ഇരുന്നു. ആ സമയത്ത് ഞങ്ങൾ കുറച്ച് കളിക്കുകയും സെൽഫി എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 9 മണിയൊക്കെ ആയപ്പോൾ ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു. അവൾ അതിൽ കയറിപ്പോയി. എനിക്ക് എന്തോ സങ്കടം. അവൾ പോയപ്പോൾ വീട് ഒറ്റയ്ക്കായി, ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടത് കണ്ടിട്ട് സങ്കടം. ഞാൻ സാധാരണ എനിക്ക് ക്ലാസ് ഉള്ളപ്പോൾ അവൾക്ക് ക്ലാസ് ഉണ്ടാവില്ല ചില സമയത്ത്. അപ്പോൾ അവളിങ്ങനെ പറയും, ചേച്ചി എനിക്ക് എന്തോ ഉണ്ടായിരുന്നു പോയപ്പോൾ എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ പറയും, നീ വെറുതെ പറയാടി, അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയും. പക്ഷെ ഇപ്പോൾ അവൾ പോയപ്പോൾ എന്തോ ഒന്ന് ഉറങ്ങി കടന്ന പോലെ എന്തൊക്കെയൊക്കെയോ തോന്നുന്നു. കളിക്കാൻ ആരുമില്ല, ഒന്നുമില്ല, സംസാരിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടേ അവന് എന്തോ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ശേഷം അമ്മയും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ കടയ്ക്ക് പോയി. അതിന് പിന്നെ ഞാൻ അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെച്ചു. വെച്ച ശേഷം പിന്നെ ഞാൻ കഴിക്കാൻ വേണ്ടി പോകുമായിരുന്നു കേട്ടോ. അപ്പോഴേക്ക് അച്ഛനും വരും. അപ്പോൾ ഞാൻ അച്ഛനോട് കഴിക്കാൻ വേണ്ടിയിട്ട് പാത്രങ്ങൾ കഴുകി വെച്ച ശേഷം കഴിക്കാൻ വേണ്ടി പോയി. അച്ഛൻ വന്നു. ഞാൻ അച്ഛനും എനിക്കും വേണ്ടിയിട്ട് വിളമ്പി വെച്ചു, കഴിച്ചു. പിന്നെ ഉച്ചയൊക്കെ കഴിഞ്ഞു. ഉച്ചയ്ക്ക് കുറച്ച് പഠിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഉച്ചയൊക്കെ കഴിഞ്ഞ് ഒരു 3:30 ആയപ്പോൾ അവൾ വരാറായി. അപ്പം ഞാൻ പാലൊക്കെ കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവൾ വന്നു. 4 മണിയൊക്കെ ആയപ്പോൾ അവൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് 3:30, 3:45 ക്ലാസ്സൊക്കെ കഴിയും. 4 മണിക്കാണ് അവൾ എത്തുക. അവൾ വന്നപ്പോൾ എനിക്ക് നല്ല ഹാപ്പി, നല്ല ഉഷാറായിട്ടോ. വീണ്ടും പഴയ പോലെ തന്നെ ആയി. അതിനുശേഷം പിന്നെ ഞാൻ അവൾക്ക് ഈ പാലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ ചായയിലുള്ള പാല കുടിക്കും. പാലിലപ്പോൾ അവൾ വേറൊന്നും കഴിക്കാറില്ല. ഞങ്ങൾ ചായ കുടിക്കുമ്പോൾ പിന്നെ അവൾ സ്നാക്സ് എന്തെങ്കിലും കഴിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഞാൻ കുറച്ച് പഠിച്ചു. കുറേ തോനെ പഠിച്ചു. 2 മണിക്കൂറോളൊക്കെ അടുപ്പിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. നാളെ പിന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇൻറ്റേർണൽ എക്സാമാണ്. അപ്പോൾ പ്രോബ്ലംസ് തന്നെയാണ് അധികം ചെയ്യാറുള്ളത്. പ്രോബ്ലംസൊക്കെ ചെയ്തു. ഒരു പ്രോബ്ലം തന്നെ ചെയ്യാൻ ഒരു അരമണിക്കൂർ, ഒരു 3/4 മണിക്കൂർ, ഒരു അരമണിക്കൂറൊക്കെ വേണം. എനിക്ക് ചെയ്യേണ്ട അരമണിക്കൂറൊക്കെ വേണം. പിന്നെ പ്രാക്ടീസ് ആയാൽ ശരിയായിക്കോളും. പിന്നെ ഒരു കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് വിശന്നപ്പോൾ പായസം ഉണ്ടായിരുന്നു. പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പായസം എടുത്ത് കുടിച്ചു. പിന്നെയും ഞാൻ കുറച്ച് നേരം പഠിച്ചു. നല്ല പഠിത്തമാണ് കേട്ടോ. കാൽക്കുലേഷൻ ചെയ്ത് നല്ല പേടിയോടെ, കാരണം ബാലൻസ് ഷീറ്റ് ടാലി ആവും ഇല്ലേ എന്നൊരു പേടി. അത് ഏതൊരു കൊമേഴ്സുകാരിക്കും ഉണ്ടാവുമല്ലോ ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്.